സുബ്രഹ്മണ്യ സ്വാമിയുടെ ആറുപട വീട് അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. ഇനി ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമാവും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓം ശരവണ ഭവ എന്ന ഷടാക്ഷര മന്ത്രത്തിന് പ്രതിനിധീകരിച്ച് സുബ്രഹ്മണ്യ സ്വാമിയുടെ ആറുപട വീടുകൾ എന്ന പേരിൽ പ്രസിദ്ധമായ 6 ക്ഷേത്രങ്ങളുണ്ട്. മുരുകൻ സ്വാമിയുടെ ആദ്യത്തെ പടവീടായ തൃപ്പംകുണ്ട്രം ക്ഷേത്രം ഗുഹയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വെച്ചിട്ടാണ് മുരുകൻ സ്വാമി ദേവയാനി ദേവിയെ മംഗല്യം കഴിച്ചത്. രണ്ടാമത്തെ പടയ വീടാണ് തിരുച്ചെന്തൂരിലെ മുരുകൻ സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രം കടൽക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വെച്ചിട്ടാണ് സുരപത്മനെ വധിച്ചത്. ഇവിടുന്ന് കിട്ടുന്ന പന്നീർ ഇലയും വിഭൂതിയും തീരാത്ത വേദനകളൊക്കെ മാറ്റും. മൂന്നാമത്തെ പടവീടാണ് പഴനി, ഡിണ്ടിഗൽ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജ്ഞാനപ്പഴത്തിനെക്കുറിച്ച് തർക്കത്തിൽ കൈലാസം വിട്ടിറങ്ങിയ ഭഗവാൻ പഴനിയിലെത്തി. ഇവിടെ ദണ്ഡപാണി രൂപത്തിലാണ് ആരാധിക്കുന്നത്. കയ്യിൽ വടി പിടിച്ച് ധ്യാന രൂപത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ദോഷങ്ങളൊക്കെ നീങ്ങി ഐശ്വര്യം കൈവരിയും. നാലാമത്തെ പടയവീടാണ് സ്വാമിമല. ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കുംഭകോണം ജില്ലയിലാണ്. കാവേരി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. മുരുകൻ തൻ്റെ പിതാവിനെ പ്രണവമന്ത്രം, അതായത് ഓംകാരത്തിൻ്റെ പൊരുൾ അരുൾ ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ്. അഞ്ചാമത്തെ പടയവീടാണ് തിരുതാണി. തിരുതാണി അമ്പലം സ്ഥിതി ചെയ്യുന്നത് കുന്നിലാണ്. തിരുതാണിയിൽ വെച്ചിട്ടാണ് വള്ളി ദേവിയെ മംഗല്യം കഴിച്ചത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മംഗല്യ ദോഷങ്ങളൊക്കെ മാറും. ആറാമത്തെ പടയവീടാണ് പഴമുതിർ ചോലൈ. ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് മധുരൈ ജില്ലയിലാണ്. നൂപുരഗംഗൈ എന്ന ചെറിയൊരു അരുവിയുടെ സമീപത്താണ് ഈ ക്ഷേത്രം. സുബ്രഹ്മണ്യ സ്വാമി വള്ളി ദേവിയുടെയും ദേവയാനി ദേവിക്കൊപ്പമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്.